എന്റെ നെറുകയിൽ ശ്രീവയുടെ പൊട്ടുചാർത്തി, മിഴികളിൽ ദിവ്യകാരുണ്യത്തിന്റെ അഞ്ജനമെഴുതി പാപവിശപ്പാൽ ഞാൻ തകരുമ്പോൾ എനിക്ക് നിന്റെ മകന്റെ ദിവ്യൌഷധമാകുന്ന കുർബാനയപ്പം വിളമ്പിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുണ്യദേഹം കൈനറയിൽ മത്യാഹാരമെന്ന് സംസ്കരിക്കുന്നു. നൈരാശ്യമോടെ എല്ലാവരും പോകുന്നു. 3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യൗവന വന്നതുപോലെ 3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യൗവന വന്നതുപോലെ ഈശോയെ ലോകഭാരമെല്ലാം എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി എല്ലാവർക്കും മടങ്ങാം. നസ്രായി ഉയർത്തിയ കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചവൻ ഇതാ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അന്ന് കല്ലറ തുറന്നവൻ ഇപ്പോൾ അതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. കുരിശിലൊരു അത്ഭുതം പ്രതീക്ഷിച്ച് കാത്തു നിന്നിരുന്നവൻ അവൻ ഏലിയായെ വിളിച്ചു കരയുവാൻ മാത്രം അഭിപതിച്ചല്ലോ എന്ന് പരിതപിച്ച് പിരിഞ്ഞുപോയി. എന്റെ കർത്താവേ, ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അങ്ങയുടെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല എന്ന സങ്കീർത്തക വചനം ഞാൻ ഏറ്റുപറയും. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തു നിന്നും എല്ലാം സമാരംഭിക്കുന്ന ദൈവമേ, എല്ലാ വഴിയും അടഞ്ഞിടത്തു നിന്നും എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി വെട്ടിത്തുറക്കുന്നവനെ, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അങ്ങയുടെ അരങ്ങൾ കുറുകിപ്പോയിട്ടില്ലെന്നും കേൾക്കാനാവാത്ത വിധം അങ്ങയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോടൊപ്പം പാപത്തിന് മരിച്ച് ജീവൻ പ്രാപിക്കുവാൻ എന്നെയും ശക്തനാക്കണമെന്ന് പരിശുദ്ധാത്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു.